അതങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിൽ ഇവരാരും അതെടുത്തിട്ട് ഇവരുപയോഗിക്കാൻ പാടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി, അതുപോലെ ഒരു മുൻ MLA, ഏരിയ സെക്രട്ടറിമാർ, DYFIയുടെ സംസ്ഥാനം മുതൽ ബ്രാഞ്ച് വരെയുള്ള മുഴുവൻ ആളുകൾ എല്ലാവരും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിനെ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളെന്ന് അങ്ങനെ വിളിച്ചു മാത്രം ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, ഇതാരാണെന്ന് പറയാനുള്ള മടിയും അത് കണ്ടെത്താനുള്ള പോലീസിന്റെ മടിയും വ്യക്തമാക്കുന്നത് എന്താണ്? കൃത്യമായി CPM ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. അതല്ലെങ്കിൽ പോലീസ് ഇത്ര മടിക്കും. ഇത് വല്ല UDFകാരനും ആയിരുന്നെങ്കിൽ മണിക്കൂറുകൾ വേണം. പോലീസിന് ആരാണ്, ഇതാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ആ ഉദ്ദേശം നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതിന്റെ പുറകെ കൂടിയത് എന്തിനാണെന്നറിയും? അത് സാധാരണ CPM പ്രവർത്തകൻ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടറാണ്. സാധാരണ CPM പ്രവർത്തകൻ അവന്റെ പ്രതികരണ ശേഷി വീണ്ടെടുത്തിട്ട് ഈ വൃത്തികേടുകൾ ചെയ്യുന്നതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാവണം. വടകരയിലെ മാഷാള്ളയും വടകരയിലെ കാഫിറും ഒക്കെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ആർജവം കാണിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പരിപൂർണമായി കൈവിടുമെന്നുള്ള ബോധം അതിന്റെ സാധാരണ പ്രവർത്തകർക്കുണ്ടാവണം എന്നുള്ളതാണ്. അതിനാണ് ഞാൻ റെഡ് എൻകൗണ്ടർ എന്നുള്ളത് വാക്കിനെ ഉപയോഗിച്ചത്. ഇത് ആദ്യം വന്നതും രണ്ടാമത് വന്നതും മൂന്നാമത് വന്നതും നാലാമത് വന്നതും പോലീസ് റിപ്പോർട്ട് പ്രകാരം വന്ന പേജുകൾ അത് മാത്രമല്ല, ഇത് ഉണ്ടായതും ഇത് ഉണ്ടാക്കിയതും എവിടെ നിന്നാണ് എന്നുള്ളതും കൂടെ വ്യക്തമാവേണ്ടതുണ്ട്. അതിന് ഇനിയും നിയമപരമായ ഫോളോ അപ്പുകൾ നടത്തും. ഈ ലോക്ക് ചെയ്തവരൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള തെളിവുകളൊക്കെ അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും അതിന്റെ പിന്നിൽ അവരുടെ പാർട്ടി ബന്ധം എന്നുള്ളതാണ്. ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പേ ചില ആളുകൾ, ഞാൻ അതിന്റെ കൺഫർമേഷൻ പറയേണ്ടത് പോലീസാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പക്ഷെ ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പേ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പ്രൊഫൈൽ ഉടനീളം സഞ്ചരിച്ചാൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു CPM എക്സിബിഷനിൽ സഞ്ചരിച്ച പോലത്തെ ഒരു അനുഭവം ആളുകൾക്കുണ്ടാവും. അതുപോലെ പാർട്ടിക്കാരാണ്, അതുപോലെ പാർട്ടിക്കാർ. സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ പാർക്ക് വേണമെങ്കിലും CPM ആര് വേണമെങ്കിലും പിന്തുണച്ചാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധങ്ങളോ അടുപ്പങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളാണ്. ഞാൻ അതിനകത്ത് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, അതങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിൽ ഇവരാരും അതെടുത്തിട്ട് ഇവരുപയോഗിക്കാൻ പാടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി, അതുപോലെ ഒരു മുൻ MLA, ഏരിയ സെക്രട്ടറിമാർ, DYFIയുടെ സംസ്ഥാനം മുതൽ ബ്രാഞ്ച് വരെയുള്ള മുഴുവൻ ആളുകൾ എല്ലാവരും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിനെ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളെന്ന് അങ്ങനെ വിളിച്ചു മാത്രം ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, ഇതാരാണെന്ന് പറയാനുള്ള മടിയും അത് കണ്ടെത്താനുള്ള പോലീസിന്റെ മടിയും വ്യക്തമാക്കുന്നത് എന്താണ്? കൃത്യമായി CPM ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. അതല്ലെങ്കിൽ പോലീസ് ഇത്ര മടിക്കും. ഇത് വല്ല UDFകാരനും ആയിരുന്നെങ്കിൽ മണിക്കൂറുകൾ വേണോ പോലീസിന്? ഇപ്പൊ പോലീസ് അഡ്മിൻ ആരാന്ന് അറിയുന്നു, പോലീസ് അതിന്റെ പിന്നിലാരാന്ന്. ഞങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങളിപ്പോ അഡ്മിനെ ചോദ്യം ചെയ്യണം. അപ്പൊ എന്തൊരു കാലതാമസമായിരുന്നു പോലീസിന്. ആദ്യം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിയണമെന്ന് പോലീസിന് നിർബന്ധം, പിന്നെ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പോലീസിന് നിർബന്ധം. കാരണം ഇനി റിസൾട്ട് എതിരായ അതിനും ഒരു ന്യായം പറയണമല്ലോ. ഇനിയിപ്പോൾ അതൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കോടതി ചെവിക്ക് പിടിച്ചത് കൊണ്ടാണ് ഇത്രയും ഇത് മുന്നോട്ട് പോയത്. അപ്പൊ ആ പോലീസിന്റെ ആക്ഷൻ എടുക്കാനുള്ള മടി തന്നെ കാണിക്കുന്നത് ഇതിന്റെ പിന്നിലെ CPM സാന്നിധ്യമാണ്. അതിൽ സംശയം വേണ്ട. എന്തായാലും വടകര MP പിന്നോട്ടില്ല. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് വരെ വടകര MPയുടെ മാത്രം കാര്യമല്ലല്ലോ ഇത്. നിങ്ങൾ ചെറുപ്പക്കാരനെ ആലോചിച്ച് നോക്കി. അയാളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് അയാളോടും നന്ദിയുണ്ട്. അയാൾ ആ ഫോണും കൊണ്ട് നേരെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമല്ല. ഞാൻ പറയുന്നത് ആ നാടിനോട് ചെയ്ത് വലിയൊരു അനീതിയല്ല. അവിടുത്തെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാവോ? അന്ന് എനിക്കെതിരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊന്ന് സ്വയം ചോദിക്കാൻ അവരൊക്കെ ഒന്ന് തയ്യാറാവണം. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാവോ? തെരഞ്ഞെടുപ്പ് ജയിക്കും തോൽക്കും. അപ്പൊ അതിനുള്ള ഒരു ശ്രമത്തിന്റെ പിന്നിൽ ആരാണെന്ന് കൃത്യമായി കണ്ടെത്തിയാലുള്ള ഒരു ഗുണം ഇത്തരം കാര്യങ്ങൾക്ക് മെനക്കെടുന്നവർ അവരൊന്ന് ഭയപ്പെടുമെന്നുള്ളതാണ്. ആ പണി ആരെങ്കിലും ഒന്ന് നിർത്തിയ നാടിന് അത്രയും നല്ലതല്ല. അത് വടകര MPയുടെ മാത്രം കാര്യമല്ല, നാടിന്റെ സമാധാനത്തിന്റെ കാര്യമാണ്. അതിന്റെ പിന്നിൽ നിയമപരമായി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവും.